ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കോണ്ടന്റാ ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നോട് ഇതിനു മുമ്പ് കുറെ ആളുകൾ ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ വിട്ടന്നീന്നു. അന്നൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സാജിദ വിഷയത്തിലൊക്കെ കുറെ ഇങ്ങനെ സംസാരിച്ചല്ലേ. അപ്പൊ ഞാൻ കഴിയുന്നതും ഇങ്ങനത്തെ കേസുകെട്ടുകൾക്ക് ഞാനിപ്പോ പോവാറില്ല. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അതിന്റെ കണ്ണീരും കടനകഥയൊക്കെ ഞാൻ തന്നെ കേൾക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഒഴിവാക്കി വിടല. ഇതേ ട്യൂണിൽ പോയിന്ന് വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. പലരും എന്നെ മെൻഷൻ ചെയ്തിരുന്നു, പലരും എനിക്ക് വിട്ടന്നിരുന്നു, എന്നിട്ടൊന്നും ഞാൻ ചെയ്തില്ല. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം കൊണ്ടുള്ള ഒരു ജീവിതമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഒഴിവാക്കി വിട്ടിരുന്നു. ആളെങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരുകയും ചെയ്യാം. പുള്ളിക്കാരി 2 കെട്ട് കെട്ടി, അതില് 3-4 കുട്ടികളും ഉണ്ട്. അപ്പൊ ആദ്യം കെട്ടിയ ആള് മോശമാണ്, വള്ളടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി. എന്നിട്ട് രണ്ടാമത് വേറൊരാൾ വന്ന് കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് ദിവസം അവരുടെ കൂടെ ജീവിച്ചു. പിന്നെ അതിലും കുട്ടി എന്തോ ആയി. എന്നിട്ട് പറഞ്ഞു ആളും വള്ളടിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ജീവിതം ശരിയാവില്ല എന്നിട്ട് അതും ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? മൂന്നാമത് ഒരംഗത്തിന് ഇറങ്ങി. പക്ഷെ മൂന്നാമത്തെ അംഗത്തിന്റെ ബിറ്റ് എന്താന്ന് ചോദിച്ചാല്, മൂന്നാമത് ഈ ആൾ ഇറങ്ങുമ്പോഴത്തേക്ക് ആള് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ക്ലിക്കായിരുന്നു. ക്ലിക്കാകാന്ന് പറഞ്ഞാൽ നല്ല രീതിയിലും ക്ലിക്കാകും, അല്ല എന്ത് കോമാളിത്തരം കാണിച്ചും ക്ലിക്കാവും ഒക്കെ ചെയ്യും. പക്ഷെ ഇവരുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു അറിയോ? ഇവരുടെ വീടിന്റെ ചുമരിന്റെ അകത്ത് നടക്കേണ്ട പ്രശ്നങ്ങളെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് വലിച്ചിട്ടിട്ട് അതൊരു റീച്ചാക്കിയിട്ടും അതാണ് ഒരു അഭിമാനം എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മൂന്നാമത്തെ കല്യാണം നടന്നു. പക്ഷെ അത് കല്യാണം അല്ലായിരുന്നു, അത് ശരിക്കും പറഞ്ഞ തല്യാണമായിരുന്നു. എങ്ങനെ? ഇവരെ രണ്ടാളെയും പാടെ വീട്ടുകാർ പിടിച്ചതാണ്. ഇവളുടെ വീട്ടിക്ക് വന്നവനെ പിടിച്ചു. അപ്പൊ ആദ്യം രണ്ടുപേരെ ഒഴിവാക്കിയത് എന്തിനായിരുന്നു? വള്ളടി കാരണം. ഇനി ഞാൻ ആളെ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെന്താ? നമുക്ക് എല്ലാവർക്കും സുഖാണ്. പിന്നെ ഞാൻ എറണാകുളത്ത് പോണ കാര്യം പറഞ്ഞതില്ലേ ഒറ്റയ്ക്ക്, അപ്പൊ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് റിപ്ലൈ തന്നെയാണ് കേട്ടാ. ഞാൻ എറണാകുളത്ത് പോയാലേ പറ്റത്തുള്ളൂ, കാരണം ഒരു വട്ടത്തെ ഡേറ്റ് മാറ്റി പിറ്റേ പറ്റാത്ത ഡേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ഡേറ്റ് മാറ്റാൻ പറ്റില്ല, കാരണം നിയമത്തിന്റെ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിയമത്തിന്റെ വഴിക്ക് ഇറങ്ങിയേ പറ്റൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, അതായത് ഇക്കാര്യം ഉമ്മയ്ക്ക് വയ്യാത്ത കാര്യം നിങ്ങൾക്ക് അറിയാല്ല. പിന്നെ ഞങ്ങളൊക്കെ പോയി കണ്ടിരുന്നല്ലേ, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും ഒരു ഡ്രസ് ചെയ്യാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതിനും. അപ്പൊ ഇവിടെ നിന്ന് അവിടെ പോയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വീഡിയോ കണ്ടല്ലേ നിങ്ങള്? അതിന് മുന്നേ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉമ്മാനെ ചൊല്ലിയിട്ടല്ല പ്രശ്നങ്ങള്. ഞാൻ അയാള് ഉമ്മാന്റെ ഭർത്താവിന് എനിക്ക് ഇഷ്ടമല്ല, മക്കൾക്കും ഇഷ്ടമല്ല, മത്സരങ്ങൾക്ക് ഇഷ്ടമല്ല, മുത്തുമോനിക്കും അധികം ഇഷ്ടമല്ല. കാരണം കുട്ടികളാകുമ്പം ചാടെ ഓടെ കളിക്കുകയൊക്കെ ചെയ്യും. ഇവർക്കൊന്നും മക്കളെയൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. ഉമ്മ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഈ പ്രശ്നങ്ങള് ഇങ്ങനെ വന്നിട്ട് നിന്നപ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളും ഇങ്ങനെ വന്നിരുന്നപ്പോ നമ്മൾ വിചാരിച്ച് വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മാറാന്ന് വിചാരിച്ചു. കാരണം അത് 38 വയസ്സായി, നമ്മളെ നല്ല ജീവിതം മൊത്തവും പോയി, വീടും നാടും ഉപേക്ഷിച്ച് ആലുവ പോയി, ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് തിരിച്ച് ഞാൻ കൊണ്ടുവന്ന് ഉമ്മാരെ പൊരുത്തം ചോദിച്ചു. ഇപ്പം നേരം വെളുത്ത തൊട്ട് ഇങ്ങനെ വിളി തുടങ്ങും. അല്ലെങ്കിൽ ആ ഉമ്മാടെ പൊരുത്തം ചോദിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാണ് ട്വിസ്റ്റ്. അതായത് ഇത്രയും പറഞ്ഞു, അതിന്റെ ഇടയിൽ ന്യൂട്രൽ ഞാൻ ഉമ്മാടെ പൊരുത്തം ചോദിച്ചു എന്ന്. ഈ ഉമ്മാടെ പൊരുത്തം ചോദിച്ചു എന്ന് പറഞ്ഞ ഒരാളെങ്ങൾക്ക് അറിയാം. ഈ ഉമ്മാടെ പൊരുത്തം എന്തിനാ ചോദിച്ചത്? ഇവിടെ ഒരംഗം ഉണ്ടായിട്ടാണ് ഓള് പോയിക്കുന്നത് മൂന്നാമത്തെ മാപ്പിളുടെ പിന്നാലെ. മൂന്നാമത്തെ മാപ്പിളിനെ ഓളി റൂമിൽ വെച്ച് പിടിച്ചതാണ്. ഈ പിടിച്ച സമയത്ത് ഇവൾക്ക് അവന്റെ പിന്നാലെ പോയേ പറ്റുള്ളൂ. അപ്പൊ ഓളെന്ത് ചെയ്തു? രണ്ടാള് വെള്ളടിക്കാരനാണല്ലോ ഒഴിവായത്. അപ്പോ ഇനി മൂന്നാമത്തിനെങ്കിലും നേരെ നോക്കണം, തെരഞ്ഞെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവള് ഇവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയതാ. വീട്ടുകാരെ സമ്മതമില്ലാണ്ട് നേരെ ഒളിച്ചോടിയതാണ്. ആ ഒളിച്ചോടുന്ന സമയത്ത് ഇവളീ കുട്ടികളെയും വിളിച്ചും കൊണ്ട് പോണ സമയത്ത് ഇവനോട് ചോദിച്ചു, അല്ല വെള്ളം ഉണ്ടോന്ന്. അപ്പൊ ഇവൻ പറഞ്ഞേക്കണു ഇല്ല വെള്ളമില്ലാന്ന്. ഇവൻ സത്യം ചെയ്ത് പറഞ്ഞേക്കണു വെള്ളമില്ലാന്ന്. അങ്ങനെ ഇവൻ എറണാകുളത്ത് പാർക്കാൻ പോയി. പറഞ്ഞ മാതിരി തന്നെ ഓര് പോയ പെരയിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇന്ന് അബ്ബനാണെങ്കിൽ നല്ല വെള്ളം അടിയാ. ഇവൻ പറഞ്ഞേക്കണേ ഈ വെള്ളമില്ല എന്നാണ്, ടാങ്കില് വെള്ളമില്ലാത്ത കഥയാണ്.
ഇവള് വെള്ളമില്ലാന്നും പറഞ്ഞിട്ട് ഓന്റെ പിന്നാലാണ് ചാടിപ്പോയിക്കണു. എന്നിട്ട് ഇവളുടെ വീട്ടുകാര് കംപ്ലൈന്റ് കൊടുത്തു ഇവളെ കാണാനില്ലാന്ന്. അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സ്റ്റേഷനിൽ നിന്ന് മധ്യസ്ഥം പറയിപ്പിച്ചു. എങ്ങനെ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ, നിനക്ക് ചെറിയ കുട്ടികളില്ലേ എന്നുള്ളത്. ഇവളെ മെയിൻ ഹോബി എന്താ അറിയോ, ഞാൻ പറയില്ല വിചാരിച്ചാ ഇതിനു മുമ്പ് പല ആളുകളിൽ എനിക്ക് വീഡിയോ ഇട്ടാൻ തന്നു. അതിലൊക്കെ ഉണ്ടാവും ഞങ്ങള് വലിയ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇവളെന്ത് ചെയ്യും, സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു QR കോഡ് അതിൽ വെക്കും, ഇത് ഉള്ള അക്കൗണ്ട് നമ്പറിൽ ആർക്കച്ചെങ്ക ഇടാച്ചിട്ട്. ഇന്ന് ഞാൻ ഡബ്ബർ വെട്ടാൻ പോയി, 400 രൂപ കിട്ടി. മർഷുമോൾക്ക് അത് വേണമെന്ന് പറഞ്ഞു, മറ്റേ മോനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പൈസ ഇല്ലല്ലോ, നമ്മൾ ആര് സഹായിക്കാനാ, നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുകയാണ്. ഇല്ല, കീളും കീറി മുയിവോ ഇതില് പറയും. പേരുടെ പിന്നെ കൂടെ വല്ല പൂച്ച പട്ടിയോ ഓടിയാ അതും അപ്പ വന്ന് ഓളെടുത്തിട്ട് പറയും, ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ വീടിന്റെ പുറകിലൂടെ ഒരു പൂച്ച പോയി. പൂച്ച പോണതൊന്നും മർഷുമോൾക്ക് ഇഷ്ടല്ല, പക്ഷെ പൂച്ചനോട് ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്ത് കാര്യത്തിനാ ഒരു പിടുത്തമല്ല, ഇങ്ങനത്തെ എല്ലാ ചട്ടി പൊട്ടിയതും കയ്യില് വീണതും ഇങ്ങനെ സകലമാനതും ഇതിലെടുത്തിടും. എന്നിട്ട് പിന്നെ ഓള് വന്ന് ചോദിക്കെന്താ, ഞാൻ അങ്ങനെ കൊച്ചി പോണുണ്ട് അറിയാലോ. പിന്നെ ഉമ്മയുടെ കാര്യം അത് നിങ്ങക്ക് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഓള് പറയുന്നതൊക്കെ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കണം. എന്ത്, ഓള് ഏത് സമയത്താ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയുന്ന ഉത്തരം പറയണം. എങ്ങനെയുണ്ട് ബാക്കി കേക്കാം, ഞാൻ പറഞ്ഞുതരാം. അനിയൻ മെസ്സേജ് അയപ്പ് തുടങ്ങും. ഇപ്പൊ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ പൈസ എല്ലാം അനിയനാണ് ചെലവാക്കിയത്. വണ്ടിയെല്ലാം ഓടിയതും ബാക്കി കാര്യമെല്ലാം നമ്മളാണ്. അപ്പൊ വീട്ടു ചെലവെല്ലാം നോക്കുന്നത് നമ്മളാണ്. ഇതിപ്പോ ഓള് ഉമ്മാക്കോ അമ്മായിമാർക്കോ ആർക്കോ സുഖമില്ലാതിന്റെ കഥയാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്ത്, വണ്ടി ഓട്ടിയത് ഞങ്ങളാണ്, വണ്ടിക്ക് പെട്രോൾ അടിച്ചത് അനിയനാണ്, പോണ സമയത്ത് 2 ബന്നൊരു ചായയും കുടിച്ചു, അതിന് പൈസ കൊടുത്തത് നമ്മളാണ്. ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്, ഒരു പിടുത്തമല്ല. ബാക്കി കേൾക്കാം. നമുക്കും ഒരു പ്രത്യേകിച്ച് ഒരു വരുമാനങ്ങളില്ല. അപ്പൊ കായിട്ടോടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളടുത്ത് ഏറ്റവും Z കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ എന്റെ നാടും വീടും ഉമ്മേനെയും ഉപ്പേനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ 3-4 മണിക്കൂർ ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു എന്റെ 3ാമത്തെ ലൈഫാണ്, ഇതേപോലെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇപ്പൊ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം, പ്രശ്നമില്ല, പക്ഷെ നാളെ ഒരു കണ്ണീര് വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ ഈ വീഡിയോ 11 മിനിറ്റ് ഉള്ളൂ, അതിൽ തന്നെ 4-5 ഇവള് കണ്ണീര് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഓന്റെ പിന്നാലെ പോയിട്ട് ഓനോട് പറയാണ് ഇനി കണ്ണീരൊന്നും വരുത്തരുത് എന്ന്. എങ്ങനെയുണ്ട്. പിന്നെ അടുത്തത്, ഉമ്മാനോട് ഞാൻ പൊരുത്തം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കണ്ടോ, അതെന്താ അറിയോ, ഈ തന്തനെയും തള്ളനെയും മുഴുവോ മാനൊക്കെ എടുത്തിട്ടാണ് ഇവന്റെ പിന്നാലെ പോയിക്കുന്നത്. ഇവനിക്ക് വേറെ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ ഇവള് പറയുന്നത് എന്താ അറിയോ, പിന്നെ ഇക്കായി ഇങ്ങനെ കുടി തുടങ്ങാനുള്ള മെയിൻ കാരണം അവരുടെ ഉമ്മയും അവരുടെ ആദ്യത്തെ വൈഫുമാണ്. ഒരു സമാധാനം എന്റെ ഇക്കായിക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ടാ. എന്നാ ഇവളെ ആദ്യത്തെ 2 മാപ്പിള കുടിച്ചതോ, അതുപോലെ മാത്രം തെറ്റ്. കാരണം ഇവള് സമാധാനം കൂടുതൽ കൊടുത്തോണ്ടാവുന്നു, ഓൾക്ക് അത്ര സമാധാനം ആവശ്യമില്ല, അതുകൊണ്ട് പോയി കുടിച്ചതുകൊണ്ടുണ്ട്. അപ്പൊ 3ാമത്തെ മാപ്പിള കുടി തുടങ്ങിയത് ആദ്യത്തെ ഭാര്യയുടെ പീഡനോ മനസമാധാനം കൊടുക്കായി, അയ്യോ പാവന്റെ കായി. അതുകൊണ്ടാണ് 3ാമത്തെ ഭർത്താവ് കുടി തുടങ്ങിയത്. അല്ലാതെ വേറെ അങ്ങനത്തെ ഒരു ദുശീലം ഇല്ലാത്ത ഒരാളാണ്. ആദ്യത്തെ ഭാര്യയെ ഇടങ്ങേറാക്കിയിട്ട് കുടിച്ചാണ്. എന്നാ ഇവിടെ ആദ്യത്തെ 2 ഭർത്താവ് ഉണ്ടല്ലോ, ഓല് പിന്നെ മോശക്കാരായോണ്ടാ കുടിച്ചത്. ഇവളില്ല മനസമാധാനം മുഴുവൻ കൊടുത്തിട്ട് ഓല് മോശക്കാരായിട്ടും കുടിച്ചു. ബാക്കി കേൾക്കാം. ഫോൺ വിളിക്കും, നമ്മളിപ്പോ ഡ്രസ് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ അവിടെ അടുത്ത ക്ലിനിക് ഉണ്ട്. ഇവർ ഇത്രയും കാലം ഈ മോനെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിച്ചത്. അപ്പം വീടുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് തരാനാണ്. ഞാനും ഭർത്താവും തമ്മിൽ യാതൊരു വിഷയങ്ങളും ഇല്ല. ഇജും ഭർത്താവും തമ്മിൽ ഒരു വിഷയമല്ലേ, പിന്നെ ഞങ്ങളും ഭർത്താവും തമ്മിലെ വിഷയം ഇജ് പറ. ഇനി ഇതിന്റെയൊക്കെ ട്വിസ്റ്റ് എന്താ അറിയാം, അപ്പോൾ പറഞ്ഞില്ലേ ഞാനും ഭർത്താവും തമ്മിലൊരു വിഷയമല്ല. ഇവളെങ്ങനെ വെച്ചിട്ടാ പാലക്കാട് നിൽക്കണോളെ ഒരൊറ്റ ചാട്ടാ കോഴിക്കോട്ടേക്ക്. എന്നാ കോഴിക്കോട് പോയിട്ട് കാണാന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലിനോട് കൂടെ ഒരൊറ്റ ചാട്ട ഇടുക്കിക്ക്. അതേമാതിരി അവളെ സംസാരം ഓരോരുത്തർ നിൽക്കൂല. ഒരു വിഷയത്തുമ്പോ ഇങ്ങനെ പറഞ്ഞും കൊണ്ട് നിൽക്കുമ്പോ ഇന്നത് എന്താണെന്ന് നോക്കാന്ന് വിചാരിച്ചുമ്പോ കാണാം നേരെ ഒരു ബന്ധമില്ലാതെ
വേറെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. ഇപ്പോൾ ഇതിന്റെ ഇടക്ക് ഞാനും സ്റ്റേഷനിൽ പോയി 5 മണിക്കൂറോളം എനിക്ക് സമയം തന്നു. ഇക്കായെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അനിയൻ വന്നിട്ട് അങ്ങനെ വണ്ടി കയറി. എന്നാ ശരി ഈ ഹോസ്പിറ്റലിന്റെ കഥ കേൾക്കാൻ വിചാരിച്ചിട്ട് അയിമക്ക് നോക്കുന്നതോട് കൂടെ കാണാം നേരെ വേറെ എന്തെങ്കിലും. ഒരു കഥക്കും മുഴുവല്ല. ഇത് എവിടുന്ന് പഠിച്ചുണ്ടാക്കണേന്ന് ഒരു പിടുത്തമല്ല. ബാക്കി കേൾക്കാം. സംഭവം ഇത് കേട്ടാ കിളി പോകുങ്ങളെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ 3 നോക്കി കേട്ടിക്കണു. ഇത് എന്താണ് ഇതിന്റെ കഥ, എവിടെയാണ് ഇതിന്റെ അടി, എവിടെ ഇതിലെ പാട്ട് സീന്, ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അപ്പോഴേ ഞാനും ഭർത്താവും തമ്മിലല്ല വിഷയം. ഇവരിങ്ങനെ ഫോൺ നിരന്തരം അനിയൊന്ന് വിളിക്കും, ഇവരൊന്ന് വിളിക്കും. ബാക്കി കാര്യം വരുമ്പോ ഇവിടെയാണെങ്കിൽ നമ്മളൊരു വീഡിയോ പിടിക്കാൻ അങ്ങോട്ട് പോയിരിക്കും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് പ്രശ്നം. ശരിയാണ്. അങ്ങനെ നോട്ടുമ്പോ അനിയനും അമ്മായിയും ഒക്കെ ഭയങ്കര മോശം. അവൾക്കൊരു വീഡിയോ പിടിച്ചാലും കൂടി അവിടെ പറ്റണില്ല. പിന്നെ എന്ത് സ്വാതന്ത്ര്യം? വെറുതെ പറയണ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ. ഒരു വീഡിയോ പിടിച്ചാലും കൂടി. അതായത് എന്താ സംഭവം എന്നറിയോ? ഈ കയറ് ഊരി വിട്ടിയ സാധനങ്ങളെ പിന്നീട് പിടിച്ച് കെട്ടാൻ വലിയ പാടാ. ഇപ്പൊ അവള് പറഞ്ഞു വരുന്നെന്താ, ഇവിടെയാണെങ്കിൽ നമുക്കൊരു വീഡിയോ പിടിച്ചാലും കൂടി പറ്റണില്ല എന്നുള്ളത്. ആകെ വേണ്ടത് അതാണ്. കഞ്ഞിയും ചോറും ഇല്ലെങ്കിലും വേണ്ടില്ല, ലൈവ് ഇടണം, വീഡിയോ ഇടണം. അതാണ് സംഭവം. എന്താ പറയാ, ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങ് മാറിയതും അവരെ കാര്യങ്ങളെ. എന്നാലും ഗ്യാസും ബാക്കി കാര്യമെല്ലാം ഇക്കാര്യം നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു പാവ മനുഷ്യനാണ്. എന്ന് വെച്ചാല് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവര്. അപ്പോ ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഇക്ക ഒരു പാവം മനുഷ്യനാണ്. അത് കേട്ടില്ല നിങ്ങളെ? ഇക്ക ഒരു പാവം മനുഷ്യനാണ്. ഒരുപാട് ടെൻഷനുകളൊന്നും താങ്ങാൻ പറ്റൂലെന്ന്. ഇനിയിപ്പോ അത് താങ്ങാൻ യൂണിയൻകാരെ കൊണ്ടുവരേണ്ടി വരുമോ? ബാക്കി പറയേ. ആലുവ തന്നെ പോയി മദ്യപാനത്തിന്റെ കാര്യത്തിന് മുൻപന്തിയിൽ നിൽക്കാൻ കാരണവും ഈ ഫാമിലി തന്നെയാണ്. അടിപൊളി. സമാധാനം കുടിക്കില്ല. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മദ്യപാനത്തിന്റെ കാര്യത്തില് മുൻപന്തിയിൽ നിൽക്കാൻ, അതായത് ആദ്യത്തെ രണ്ടാളെക്കാട്ടിലും മുൻപന്തിയിൽ നിൽക്കാനുള്ള കാരണം ഈ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഓളെ തെറ്റല്ല കേട്ടോ. മൂന്നാമത്തവനും കൂടി തുടങ്ങിയത് ഓളെ തെറ്റും കൊണ്ടല്ല, ഓലെ ഫാമിലിയും കൊണ്ടും ഓലെ പ്രശ്നങ്ങളും കൊണ്ടാണ്. ഇവളും അപ്പോഴും പിന്നെ എന്താ പറയാ, അതിന് എന്താ കന്യാമറിയോ എന്തോന്ന് പറയും, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് കേൾക്കാം. എല്ലാം ഉപേക്ഷിച്ചിട്ട് പല വീഡിയോസും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഉമ്മായെയും എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എന്റെ അടുത്ത് ആദ്യം ഇഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് ആരുമില്ലടി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴേ ഒരു പര സ്നേഹം കിട്ടി. പക്ഷെ ഇനി അത് ഉണ്ടാവില്ല. അതാ പോയി. അതൊന്നും കൂടി കേൾക്കാം. എനിക്ക് ആരുമില്ലടി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴേ എന്റെ മക്കൾക്ക് ഒരു പര സ്നേഹം കിട്ടി. പക്ഷെ ഇനി അത് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? അതായത് ഇത്രയും പറഞ്ഞിട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് വെള്ളം കോരിയിട്ട് വൈകുന്നേരത്തെ കുടങ്ങട്ട് എറിഞ്ഞു പൊട്ടിച്ചെന്ന് അറിയില്ലേ? അതേ അവസ്ഥ തന്നെ. ഇത്രയൊക്കെ ഭാവമാണ്. ഇക്കാട് ആദ്യത്തെ ഫാമിലി മോശം കാരണമൊക്കെ വള്ളടി നടത്തിയിട്ട് മുൻപന്തിയിൽ തന്നെ എത്തിക്കണം. മുന്നത്തെ വരിയിൽ തന്നെ ഉണ്ട് എന്തായാലും ആള്. അപ്പൊ എന്റെ മക്കൾക്ക് നല്ലൊരു ഉപ്പാനെ കിട്ടി. പക്ഷെ ഇനി ഉണ്ടാവൂല. അപ്പൊ അതും പോയി എന്നുള്ളതാ അർത്ഥം. എന്തായാലും കേക്കാം. രാവിലെ പോയി അവര് ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകിട്ട് ഉമ്മ ദോശയും ചുട്ട് വൻപയറും തോരനും വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് പോവാം, വൈകിട്ട് കൊണ്ടുപോയി ഡ്രസ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ മക്കളും വരുമല്ലോ, വണ്ടിക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാം, ഉമ്മ ഫ്രണ്ട് ഇരിക്കാം, നമുക്ക് 4 പേർക്കും ബാക്കി ഇരിക്കാം. ഒരു വണ്ടി എടുത്ത് പോയി എന്ന് പറഞ്ഞാ പോലെ ഇമ്മ ഫ്രണ്ടിലിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കിൽ ഇരിക്കാൻ. അല്ല, ഉമ്മ ഫ്രണ്ടിൽ തന്നെ ഇരുത്തി. പിന്നെ വണ്ടി എടുക്കുമ്പോ ആദ്യം ഒരു വീല് കറങ്ങി, പിന്നത്തെ ഒരു വീല് കറങ്ങി, പിന്നെയാണ് ബാക്കിലത് കറങ്ങി. ഇതൊക്കെ എന്തിനാ പറയുന്നു? വണ്ടി എടുത്ത് പോയി. ഇത് ഈ സീരിയലും സിനിമയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്ത് സീരിയലിൽ ഒരാളൊരു വെടിവെക്കുകയാണെങ്കിൽ ആദ്യം അവന്റെ വിരലൊന്ന് കാണിച്ചും, പിന്നെ അവന്റെ കണ്ണ് കുറച്ചേരം കാണിച്ചു, എന്നിട്ട് അതൊക്കെ പാടെ കഴിഞ്ഞ് വെടിവെക്കുമ്പോഴത്തേന് അരമണിക്കൂറായിട്ടുണ്ടാവും തുടരുന്ന എഴുതിയിട്ടുണ്ടാവും. അതേമാതിരി ഇവള് വല്ല കഥയും പറയാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കെ. ഉമ്മ ഫ്രണ്ടിൽ ഇരിക്കാറുന്നു, അപ്പൊ ഞാൻ ബാക്കിൽ ഇരിക്കാറുന്നു, അപ്പൊ വീണ്ടും ഉമ്മ ഫ്രണ്ടിൽ ഇരിക്കാറുന്നു. എന്തിനാ ഇതൊക്കെ പറയുന്നു? കാര്യം പറഞ്ഞാ പോരെ. ആ വിഷയം മാറിയോ? അതിലെ ഫ്രണ്ടിലിരുന്ന് ഓട്ടോയില് പിന്നെ ഇക്ക കിടന്ന് നമ്മൾ പുറത്തു പോയപ്പോൾ ഇതേപോലെ ഫോൺ വിളി നമ്മൾ തിരികെ ഇങ്ങ് വന്നു. വീഡിയോ പിടിച്ചില്ല, ചലഞ്ചിങ് വീഡിയോ പിടിക്കാനായിട്ടാണ് പോയത്. അപ്പൊ നമ്മൾ തിരികെ ഇങ്ങ് വന്നു. അപ്പൊ രണ്ടാമത് പിടിക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പോ പറഞ്ഞടി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോയി. അത് ഷുഗർ ഉള്ളതുകൊണ്ട് 2 മുട്ടും കാലും ഒക്കെ കഴപ്പാണ്, എപ്പോഴും തേച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഇന്ന് തേച്ചിക്ക ഉറങ്ങിയപ്പോ ഞാൻ തുണിയൊക്കെ കഴുകി ഒതുക്കട്ടെ, നമുക്ക് ഇനി എറണാകുളം പോകേണ്ടിയുള്ളെങ്കിലേ
നാളെ എറണാകുളം പോകേണ്ടിയുള്ളതാണ്. ഇനി ആ ഡേറ്റ് മാറ്റാൻ പറ്റില്ല. എൻ്റെ ഒരു ഇതും കൂടെ കഴിഞ്ഞ് അവിടെ ക്ലിയർ ആയി. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ ഇക്കായും കൂടെ ഉറക്കെ എണീച്ചപ്പം ഇവരെ വിളിച്ചിട്ടുണ്ട്. അതെന്റെ ഫോണിൽ വിളിച്ചില്ല, ഇക്കാന്റെ ഫോണിലാണ് വിളിച്ചത്. അപ്പൊ ഞാൻ എന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ട്. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നിങ്ങൾ എവിടുന്ന വോട്ടർഷീറ്റിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയ? ഇപ്പൊ ഉറക്കം എണീറ്റു, അപ്പൊ ഫോൺ വിളിച്ചു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഈ വോട്ടാ പോയിന്റെ കഥ എന്തായി? ഇപ്പൊ ഈ ഓട്ടോയിൽ ഇത്തിരി നേരം പോയില്ലേ, ഉമ്മാനായിട്ട് എങ്ങോട്ടോ മുന്നിലിരുത്തിയിട്ട് പിന്നിലിരുത്തിന്ന് ഇതൊക്കെ പറഞ്ഞു. ആ കഥയുടെ ബാക്കി എവിടെ? അതിന്റെ ഇടയ്ക്കിടെ അപ്പൊ ഞങ്ങൾ അപ്പൊ എഴുന്നേറ്റിട്ടുള്ളൂ, ഇതാ മാറ്റേ അപ്പൊ ഒരാള് വിളിച്ചു എന്നൊക്കെ പറയുന്നു. വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇതുവരെ ഡ്രസ് ചെയ്യാൻ പോയില്ല, ആട്ടോ വന്നില്ല എന്നൊക്കെ. അവിടെ ഒരുപാട് ആട്ടോകളുണ്ട്. ഇയാള് മന്റെ ഭർത്താവ് വൈകിട്ട് അങ്ങോട്ട് വട്ടക്കയത്തെ ജംഗ്ഷനിലോട്ട് ഉമ്മാടെ ഭർത്താവോ? ഇവിടെ നിന്ന് ഒരു വണ്ടി ഓടി അവിടെ ചെല്ലുന്ന നേരം പോലും വേണ്ട കല്ലമ്പലം എത്താൻ. ഇപ്പോഴാണല്ലോ ഈ കാർ എന്ന് എടുത്തു, അന്ന് തൊട്ട് അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കാറ് സ്റ്റാർട്ട് ആവൂല. മോളെ ഒരു ഇത് പണയം വെച്ചിട്ടാണ് കാർ എടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ ലൈഫ് ഇങ്ങനെയാണ്, എല്ലാം അറിഞ്ഞിട്ടാണ് എന്നെ കേട്ടത്. അന്റെ ലൈഫ് ഇങ്ങനെയാണെന്ന് മൊഴിക്കുക, വേറെ ഒന്നും ഞങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. ഇജിപ്പോ ഓട്ടോഷീറ്റ് എപ്പോഴാ കാർ കയറിയ? ഇജിപ്പോ ആസ്പത്രിക്ക് ഉമ്മാനായിട്ട് പോകല്ലേ ഇവളെ? ജിന്നെ ഒന്ന് പറ, ആസ്പത്രിക്ക് ജിമ്മാനായിട്ട് പോവുക. അപ്പൊ ഉമ്മാക്ക് ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇജ്ജ് പറഞ്ഞു വേണ്ട, ഞങ്ങള് ബാക്കിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ പിടിച്ച് ബാക്കിൽ ഇരുത്തി. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പോവുക. അപ്പൊ കുറെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട് അവിടെ. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇജ്ജ് എന്തിനാ ഈ കാർ എടുത്ത്? ആ കാർ എടുത്ത കഥ പിന്നെ പറഞ്ഞുകൂടാന്നില്ലേ? ഇതിന്റെ ഇടയിൽ കൂടെ കൊടുന്ന് തിരികിയിട്ട് ഇതിപ്പോ കാറിലാജ് പോയ ഓട്ടോറിക്ഷയിലാജ് പോയ അതിന്റെ ഇടയ്ക്ക് ഓളന്ന് ഉറക്കത്തുനിന്ന് നീച്ചിക്കണു. ഇതിപ്പോ ഇത് തുടങ്ങി മറ്റോ ഹോട്ടല് തുടങ്ങിയ മാതിരി തുടങ്ങി കുടുങ്ങി പറഞ്ഞ മാതിരിയായി ഇപ്പൊ അവസ്ഥ. ഇതിപ്പോ ഇനി നിക്കാൻ എന്താ കെട്ടിയതും എല്ലാം ചെയ്തത് ഇക്കാനെ സംബന്ധിച്ചിടത്തോളം പാവോളും ചിന്താശേഷിയില്ല. അതന്നെ കെട്ടിയപ്പോ മനസ്സിലായി. അതാണ് ഇക്ക. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് അങ്ങനെ ഫോൺ വിളിച്ചു മാരിബായി. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് അപ്പൊ ഇക്ക പറഞ്ഞ ഒരു കാപ്പി ഉണ്ടാക്കടിയെന്നു. ഞാൻ എനിക്ക് തേങ്ങയില്ല, നമുക്ക് വിഴുക്ക് വരട്ടാ. ഇപ്പൊ വണ്ടിന്നൊക്കെ ഇറങ്ങിയോ? ഇപ്പൊ കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ തേങ്ങല്ല, ഞമ്മക്ക് എന്ത് വരട്ടാന്നാ പറഞ്ഞത്? കാപ്പി അല്ല, കാപ്പിക്ക് ഇതിന് തേങ്ങ? എന്താ ഇത് ചെയ്യാ? ഇത് വൈകുന്നേരം ആയാലും കഴിയൂല ഒന്നുണ്ട്. അല്ല, ഈ കാപ്പി ചോദിച്ചവനോട് ഇപ്പൊ ഇജ്ജെന്താ പറഞ്ഞത്? എന്തുണ്ടാക്കാന്ന പറഞ്ഞ? കാപ്പി ചോദിച്ചവനോട് വിഴുക്ക് വരട്ടാന്ന്. എന്താ ഈ വിഴുക്ക്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും സമാധാനം തരില്ല. രാവിലെ അവര് തന്നെ വാശിയിൽ ഓർത്ത് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പൊക്കോളാം, ഞാൻ അങ്ങനെ ചെയ്തോളാം, ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിന്റെ 500 രൂപ എങ്ങാണ്ട് ഹോസ്പിറ്റൽ. അപ്പൊ ഈ മുഹമ്മദ് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കുമ്പോഴാണ് ബേക്കിൽ കുറെ രോഗികൾ കാണും. നമുക്ക് പൈസ അങ്ങനെ നിൽക്കുമ്പോ നമുക്ക് പൈസ കാത്തു കെട്ടി അവിടെ നിൽക്കണം. കാരണം മക്കള് വരാറാവും, അല്ലെങ്കിൽ മക്കളെ കാര്യം നോക്കണം, എന്നെല്ലാം ചെയ്യണം. അപ്പൊ ഇവർക്ക് ഒരാളെ ഹെൽപ്പ് വേണം. ഇത്രയും കാലം എന്റെ ഉമ്മേനെ പോലെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല. മനസ്സിലാക്കിക്കോ. കൈക്ക് വെള്ളം കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇറങ്ങടി എന്ന് പറഞ്ഞിട്ടും ആ വീട്ടില് നിന്നവളാണ് ഞാൻ. അതാരും ഉദ്ദേശിച്ച് നന്മയുള്ള ലോകമേ, എനിക്ക് ജീവനാ. പക്ഷേ ഇവർക്ക് എപ്പോഴും ദാമ്പത്യ ജീവിതം ഇഷ്ടല്ലേ എന്തോ. ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോഴും മുസ്ലിമോളടുത്ത് ആളെന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി. അയാള് കാരണം ഞാൻ 3 മണിക്ക് എണീക്കുന്നോളാണ്. മനസ്സിലാക്കണം. ഉപേക്ഷിച്ച് സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ വിചാരിച്ച് ജീവിതത്തിലോട്ട് ഇറങ്ങിയോളാണ്. എനിക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടാ. ഒരു വീടുണ്ട്, ആരുമില്ല, അല്ല അല്ലാതെ. നീ ഒന്നും തീരുമാനിച്ചിട്ടില്ല, എറണാകുളം പോണം, ഒറ്റയ്ക്കാണ് പോണത്, ദുആ ചെയ്യണം. 3 മക്കളും ഉണ്ട് കേട്ടാ കൂടാ. അല്ലാതെ അത് ശരി, ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അതായത് ആരുമില്ല, പടച്ചോനേ ഉള്ളൂ. അപ്പൊ എറണാകുളത്ത് എന്തായാലും പോയേ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാ പോണത്, പിന്നെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ ഒറ്റക്കാവുക? ഇത് മറ്റേ ഇയാള് പറഞ്ഞ മാതിരി വെറും വയറ്റിൽ എത്ര ചപ്പാത്തി തിന്നു ചോദിച്ചൂലേ? വെറും വയറ്റിലൊരു 10 തിന്നുന്ന്. അപ്പൊ ആദ്യം 1 തിന്നാ പിന്നെ വെറും വയറല്ലല്ലോ ചോദിച്ചില്ലേ? എന്നാ മാതിരിയാണ് ഇപ്പൊ ഇത്. എന്ത് ഒറ്റക്കാ പോണ? എന്നാ 3 കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങള് 4 ആളായില്ലേ ഇവളെ?
പറ. ഞാൻ ഇതുവരെയും ഇക്കായ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വസ്ഥത അപ്പൊ പറഞ്ഞടി നീ സമാധാനമായിട്ട് ജീവിച്ചോ. നമ്മൾ ഇനിയെങ്കിലും എനിക്കൊരു സമാധാനമുള്ള ജീവിതം വേണം. അന്നും ഇക്ക മൂന്നാമത് കെട്ടിയിട്ട് ആവശ്യമില്ലാതെ കിടന്ന് വിളിക്കരുത് 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 എന്ന് പല തവണയും പറഞ്ഞിട്ടുണ്ട്. ഞാനും അനിയന് വരെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, അനി ആവശ്യമില്ലാതെ കിടന്ന് വിളിക്കരുത്. ഇനിയെങ്കിലും നമുക്ക് ജീവിതം, കാരണം ഇവരിടപെടുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. നമ്മള് പുറത്ത് പോയിട്ട് ഒരു വീഡിയോ പിടിക്കാനാണ് നമ്മളൊരു പച്ച വെള്ളം നമ്മൾ കുടിക്കില്ല. വീഡിയോ ആണ് അപ്പൊ ദാമ്പത്തികം. കാര്യങ്ങൾക്ക് അറിയാല്ല, എന്തുകൊണ്ടാണ് കാർ എടുത്തതെന്ന് അറിയാല്ല, കുട്ടികളെ നോക്കാൻ. എനിക്ക് ഇപ്പോഴും എന്റെ 3 കുരുന്നുകളേ ഉള്ളൂ. ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോയാൽ മക്കൾ അനാഥരാവും. ആയിട്ടുണ്ട്, ബാധ്യതകളൊക്കെ തീർക്കണം, അതിനാവശ്യമുണ്ടാവും, ചിരിക്കണം, ഉമ്മയും ഉപ്പയും എന്നോട് പൊരുത്തപ്പെടണം. ഞാൻ എപ്പോഴും ഉമ്മ ഇപ്പൊ അവളോട് പൊരുത്തപ്പെട്ടു കൊടുക്കണം കേട്ടോ. കാരണം അവളെ എന്താ ചെയ്തേ? 2 മാപ്പിളിനെ ഒഴിവാക്കി, കുറച്ചു കാലം വീഡിയോ ചെയ്തു, എന്നിട്ട് അതിൽ കുറെ വൈറലായി എയറിലായി, എന്നിട്ട് 3ാമത് ഒരുത്തനെ ബെഡ്റൂമിൽ വെച്ച് പിടിച്ചു. കുട്ടികളെയും പെറുക്കിയെടുത്തിട്ട് നേരെ പോയി, കാണാനില്ലാതെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അവസാനം പോലീസുകാർ കണ്ടുപിടിച്ചു. 5 മണിക്കൂർ സമയം കൊടുത്തു ആലോചിക്കാൻ. ആ 5 മണിക്കൂർ ആലോചിച്ചിട്ടും ഇവനെ തന്നെ മതിയായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? പോയപ്പോ എന്ത് ചെയ്തു? ആദ്യത്തെ പെണ്ണുങ്ങളും ഉമ്മയും കാരണം മദ്യപാനത്തില് ഒന്നാമതാണല്ലോ നമ്മുടെ ഇക്ക. അതുകൊണ്ട് അതും ക്ഷമിച്ചിരുന്നു. ഇപ്പൊ ഇക്ക എന്തായിക്കണെന്നില്ല, ഇനി യാതൊരു പിടുത്തമല്ല. ഇനിയിപ്പോ എന്റെ മക്കൾക്ക് ഇപ്പല്ല എന്നാ പറയണത്. എന്താന്ന് നമുക്ക് നോക്കാം. പിന്നെ വെക്കേഷൻ ആവുന്ന വരെ എന്തായാലും മാറുന്നില്ല, ഒരു ജോലിക്കൊന്നും പോണില്ല. നിങ്ങൾ പറഞ്ഞ കണക്ക് ചെറിയ വാക്കുകൾ എഴുതപ്പെട്ടു പോയി. അതുകൊണ്ട് എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു. ഇത് പറയണം, ഞാൻ മുന്നും പറഞ്ഞു, എന്റെ ലൈഫാണ് എന്റെ യൂട്യൂബ്. എന്തെങ്കിലും പിന്നെ ഇതിനൊക്കെ മാപ്പിള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസലിമ ഒരു മുത്തുമണി കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോയത്, വാപ്പച്ചി കാണാത്തോണ്ട്. വാപ്പച്ചി ഞാനും തമ്മിലൊരു പ്രശ്നമില്ല കേട്ടാ, ഞങ്ങളോട്ടാ പ്രശ്നം മൊത്തം ഇവരാണ്. അവൻ വിളിക്കും, സ്വസ്ഥത തരില്ല. ഇവരെങ്ങാട്ട് വിളിക്കും, അവൻ പറയും ഞാൻ ഹോസ്പിറ്റൽ ചെലവ് നോക്കിക്കോളാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് മാത്രം സാമ്പത്തികം. ഇപ്പൊ ഈ ജോലി ഇല്ലാത്തൊരു സമയം നിങ്ങൾക്ക് അറിയല്ല. ഞങ്ങൾക്കറിയാലോ, ജോലി ഇല്ല. അതെ, കാക്കൊരു ജോലി ഇല്ല കേട്ടോ. അങ്ങക്കൊക്കെ അറിയില്ലേ എന്താ ചെയ്യാ? ഇപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ ആകെ ജോലി ഇല്ലാത്ത ഒരാൾ ഇക്ക മാത്രമേ ഉള്ളൂ. ഇക്ക എന്തിനാ അവളെ കെട്ടിയിരിക്കണ അറിയോ? ഇവള് യൂട്യൂബില് നല്ല വരുമാനം മാത്രം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കെട്ടിയതാ. അങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിപ്പോ ഈ ഒരു 11 മിനിറ്റിന്റെ വീഡിയോയില് എവിടെയെങ്കിലും ഒരു കഥയിൽ ഇവള് ഉറച്ചു നിന്നിക്കണോ? ഒരു കഥ ഇവള് ഫുള്ളായിക്കണോ? പിന്നെ ഈ ചെങ്ങായി ഇതിങ്ങനെ മറന്ന് കടന്ന് കേൾക്കല്ലേ? വെറുതെ തിന്നാൻ കിട്ടിയിട്ടും പിന്നെ അവിടെ കടന്ന് ഇതൊക്കെ കേൾക്കാം. എന്താ മറ്റേ ആശിനെ കെട്ടിയിരിക്കണേ? ഇല്ല, പ്രാരാബ്ദം മുഴുവോ കേൾക്കണം. എന്നത് ഏതെങ്കിലും ഒന്ന് തുടങ്ങിയുമ്പോ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ എനിക്ക് ചെലവിന് കിട്ടിയാലും വേണ്ടാന്ന് അറിയുമ്പോ അതിന് കാരണം എന്റെ ഈ തൊള്ളിയും ഈ ഒരു ചാനലും ആയിരിക്കും മകളെ. അതിൽ യാതൊരു സംശയമല്ല. അതിന് കാരണം എന്റെ ഈ ചാനലും എന്റെ ഈ തൊള്ളയാ. അതിന് കാരണം വേറൊന്നുമല്ല, എന്റെ ഈ തൊള്ളി ഈ ചാനലോ. ഏതെങ്കിലും ഒരു വിഷയം ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും കാലം പറഞ്ഞതില് ഏതെങ്കിലും ഒരു വിഷയം തുടങ്ങിയെടുത്തൊന്ന് അവസാനിപ്പിച്ചുക്കണോന്നുള്ളത് ഈ ആദ്യം നോക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ. ബാക്കി പറയാം. സമയത്തിന് മുമ്പും പല കാര്യങ്ങൾക്കും ഞാനാണ് ഇടപെട്ടിക്കൊണ്ടിരുന്നത്. പാവ മനുഷ്യനാണ്. അപ്പം രണ്ടും തന്നെ പറയണേ. ഉമ്മാനെയൊക്കെ നോക്കുന്നത് ശരി തന്നെയാണ്, പക്ഷെ നമ്മളെ ജീവിതം താറുമാറാക്കി കളഞ്ഞു. എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്നോട് ആരെയും മരിച്ചാൻ പറഞ്ഞു. ഇപ്പഴും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എല്ലാം കാണുമ്പോ നേരിട്ട് പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെളുത്തതെല്ലാം പാലാണെന്ന് വിചാരിക്കുന്നത്. നല്ലല്ലോ തുന്നിച്ചു നോക്കാം അല്ലേ? മക്കളൊക്കെ 3 സങ്കടപ്പെട്ട് ഞാൻ പോയത്. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം, ഞാൻ മരിക്കില്ല. അതെന്താ ജസ്രായേലിന്റെ കണ്ണപ്പെടൂലേ? വിജയെന്നല്ല, എല്ലാരും മരിച്ചു. ആരാ മരിച്ചാതെ ഇന്നും ഇവിടെ ഇരിക്കുക? സ്വയം ചെയ്യൂല എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു പേടി ഇവിടെ ആർക്കുമില്ല. കാരണം എന്താ അറിയോ? 2 എണ്ണം കെട്ടി 3ാമതൊരാളെ പിന്നാലെ പിടിച്ചു. എന്നിട്ട് അവൻ ബലേക്കാട്ടില് നമ്പർ 1 വരിയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇജ്ജ് വടി പോലെ നിന്നിട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബേജാറ് ഇവിടെ ആർക്കുമില്ല മകളെ. ഇതാ പറ, എല്ലാരും അറിയണം. എല്ലാരും അറിഞ്ഞു.
സ്നേഹിച്ച് ഞാൻ മരിച്ചു പോയാലും ഈ വീഡിയോ ഷർക്കാട്ടോ അവരെല്ലാം മരിച്ചൂലായിരുന്നു. പക്ഷെ അത് നാരായണൻകുട്ടി ആയിപ്പോയി. അവള് കുട്ടിനെ നോക്കണ മാതിരിയാ നോക്കിയത്. എന്നിട്ട് മോട്ടേച്ച് പോയിന്ന്. എന്നിട്ട് ഷാന് ഇത് കാണണം, ഞാൻ മരിച്ചു പോയാലും ഈ വീഡിയോ കാണണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിടുക, അതല്ലെങ്കിൽ മറ്റേ അവരുടെ നമ്പർക്ക് ഡയൽ ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ഇന്ന ഭാഗത്ത് ഇന്ന മാതിരി തെറ്റ് പറ്റി നമുക്കത് പറഞ്ഞു തീർക്കാന്ന് പറയാതെ നേരെ യൂട്യൂബ് എന്ന പടച്ചോന്റെ അടുത്തേക്ക് വന്നിക്ക. എന്തിനെ? ഓളെ വിഷമങ്ങൾ അറിയിപ്പിക്കാം. ഭയങ്കര വിഷമല്ലേ? ഏത് 2 കെട്ടി 3ാമത്തോനെ ഞാൻ പൊന്നു പോലെ വിശ്വസിച്ചു, കുട്ടിയെ പോലെ നോക്കി, നാരായണൻ കുട്ടിയെ പോലെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പൊ എന്തായി? ഓലും പറ്റിച്ചു. എങ്ങനെ? ഇപ്പൊ എന്റെ കുട്ടികൾക്ക് ഇപ്പല്ല, അല്ലെങ്കിൽ എങ്ങനെ എന്റെ കുട്ടികൾക്ക് ഇപ്പഴാവണു? ഇതെന്ന് പറഞ്ഞ ഇത് ആദ്യത്തിലും അനക്ക് 1-2 ഉണ്ട്, രണ്ടാമത്തിലും ഒന്നുണ്ട്. അങ്ങനെ 3 കുട്ടികൾ ഇജ്ജുവാണ്. ഈ 3 കുട്ടികൾക്കും പാടെ ഇപ്പൊ എത്ര വാപ്പയായി? 3 വാപ്പ. എന്നിട്ട് ഓലെ മക്കളെ ഇവനോട് വന്നിട്ട് എന്റെ മക്കള് ഇപ്പല്ല എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ഇത് നടക്കുക? ഇജ്ജ് പറ. ലോകത്ത് 100-ൽ ഒരു 7% ഇത്തരത്തിലുള്ള മക്കളെ സ്വന്തം മക്കളായിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുള്ളൂ. പിന്നെ അന്റെ ഇത്രയും വലിയ പ്രസംഗവും കേട്ടിട്ട് ഈ യൂട്യൂബ് കയറി ലൈവ് ഇടും, ഇജാതി വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ സ്വീകരിക്കണമെങ്കിൽ ഒന്ന് കരുതിയിരിക്കണു. എന്ത്? ജാസിരിയത്ത് കാശി പോയ മാതിരി മലർന്ന് കടന്ന് ഇങ്ങനെ തിന്നാന്നുള്ളത്. അത് നടക്കണില്ല എന്ന് കണ്ടപ്പോഴാണ് ഓന്റെ തടിയും കൊണ്ട് മുങ്ങിയിരിക്കണത്. അപ്പോഴും ഇജ്ജെന്താ പറയുന്നത്? ആദ്യം ഒഴിവാക്കിയ പെണ്ണുങ്ങളി ഓന്റെ ഉമ്മാനി അപ്പോഴും അന്റെ തെറ്റണക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ജോലിക്ക് വജ്ജെത്തിക്കാന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഓലൊക്കെ കാര്യം അങ്ങോട്ട് മാറ്റി നിർത്തുക. ഇങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്റെ ഈ ചാനൽ കാണുന്ന ആരോടെങ്കിലും, അതായത് സ്വന്തം വീടിന്റെ ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട ഒരു വിഷയം ഒരാൾ യൂട്യൂബിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു കാരണവശാലും അലിയരുത്. കാരണം എന്താ അറിയോ? നമ്മൾ കേൾക്കുന്നത് ഒരു വശം മാത്രമാണ്. ഇവരൊക്കെ ഇത്തരം ഗഡ്സ് ഈ യൂട്യൂബിൽ വന്നിട്ട് ഈ സ്വന്തം ഉമ്മായെ കുറിച്ചിട്ടും വാപ്പായെ കുറിച്ചിട്ടും കെട്ടിയോനെ കുറിച്ച് പറയാനും സ്വന്തം ചോരയെ കുറിച്ച് പറയാൻ ഇവർക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കും. ആ ക്യാമറ ഓഫ് ചെയ്താൽ ഇവരെന്തായിരിക്കും? നാഗവല്ലി വരെ തോറ്റുപോകും. മനസ്സിലായോ? അപ്പൊ ഇജാതി ഉടായ്പ കേസുകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മളൊക്കെ പ്രശ്നം എന്താ പറയുക? ഓലെ കണ്ണീരും ഓലെ സങ്കടവും കേൾക്കുമ്പോഴത്തേനാണ് അലിയ. എന്നിട്ട് എവിടെ സ്കാൻ ചെയ്യാനുള്ള QR കോഡൊന്നും തരണേ? എന്തിനോൾക്ക് പൈസ അയച്ചു കൊടുക്കാന്? ഞമ്മള് വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോ, അതന്നെ ഉള്ളു ഞമ്മക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിത്. എന്നാലോ ഇവർക്ക് 10 ഉറുപ്പിക ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ അള്ളാന്ന് ചോദിക്കും. അതാണ് ഇവലൊക്കെ സ്ഥിതി. അപ്പൊ ഇവലെ കണ്ണീരിലും പൂങ്കണ്ണീരിലും ഒന്നും വീഴരുത്. ഓളിഞ്ഞ് 4ാമത്തും കെട്ടും. ആ 4 ദിവസം 2ാമത് അപ്പളെ കജ്ജണ വരെ അതന്നെ ആയിരിക്കും ഓൾക്ക് പടച്ചോന്. ഒരാഴ്ച ഒന്നിന് കഴിഞ്ഞ് നോക്കട്ടെ. അപ്പൊ ഇവള് പറയാ, ഇനി അഥവാ കെട്ടിയതാണെങ്കിൽ ആദ്യത്തെ പെണ്ണുങ്ങൾ കാരണമായിരിക്കാം. ഇനി ആദ്യമായിട്ട് ഇവളെ കെട്ടിയെന്ന് വെച്ചെങ്കിൽ അത് ഇത്രയും കാലക്കായ്ക്ക് പെണ്ണ് കിട്ടിയില്ലല്ലോ, അപ്പൊ ഒറ്റത്തടിയല്ലായിരുന്നു. അപ്പൊ 2 അടിക്കും, അത് 4 ആയി, പിന്നെ 4 കുപ്പിയായി. അതുകൊണ്ടാണ്, അല്ലാതെ ഇന്റെ കുഴപ്പമൊന്നുമല്ല. നിങ്ങൾ തരണ്ടേ ഇങ്ങോട്ട് തന്നോളി. ഈ മക്കളെ പേര് പറഞ്ഞ പിരിവിന് വരുന്ന പോലത്തില്ലേ ആട്ടി ഇറക്കണം. ഭിക്ഷാടനം നിർത്തിയാൽ തന്നെ കുറെ കുടുംബം നന്നാവും. ഇത് കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഈ കോമാളിത്തരങ്ങളെല്ലാം ഇതിൽ വന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇതുപോലുള്ള ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾ അവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം. കോമാളിത്തരങ്ങൾക്കോ അതല്ലെങ്കിൽ പച്ചയായി നമ്മളെ വിഡ്ഢിയാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് കണ്ട ഒറ്റ ഒഴിവാക്കല്. അതിന്റെ പിന്നാലെ പോകരുത്. അവരുടെ സങ്കടം എന്തോ ആയിക്കോട്ടെ. വീട്ടിൽ നടക്കുന്നത് പൂവങ്കോയി മുട്ടട്ടില്ല, കാക്ക തലി കൊത്തി, ഇതൊക്കെയാണ് ഇവലെ കംപ്ലൈന്റ്. ഇതിനൊക്കെ ആര് എവിടുന്ന് പരിഹാരം ഉണ്ടാക്കാനാ? ഇതിവിടെ വന്ന് കരഞ്ഞു പറയാം. എന്നിട്ട് അത് കാണുമ്പോഴത്തേന് കേട്ട പാതി കേൾക്കാത്ത പാതി കായ അയച്ചു കൊടുക്കുക ആളും. ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇത്തരം പരിപാടിക്കൊന്നും നിൽക്കരുത്. ഓള് കെട്ടട്ടെ, ഓള് മതിയോളം അങ്ങോട്ട് കെട്ടട്ടെ. ഓൾക്ക് ഇപ്പൊ 2 3 5 10 എത്രയുമേ നിർത്താൻ പറ്റിച്ചെങ്കിൽ ഓൾക്ക് നിർത്തേണ്ട കാലത്ത് ഓള് നിർത്തിക്കോട്ടെ. ഞമ്മക്കല്ല തന്നെ പണിയുണ്ട്. അപ്പൊ എന്നാ ഓക്കെ.